രാത്രി നമുക്കൊരു റാപ്പ് കഴിച്ചാലോ? ഒരു മിനിറ്റ്, ഇതെന്തൊരു ജാടമൂട്? ഇപ്പൊ ശരിയായില്ലേ? ഏതാ മൂട്? പക്ഷെ ഇത് എപ്പൊ ഇങ്ങനൊന്നും സംഭവിക്കില്ല, ഇടയ്ക്ക് നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. രണ്ടാമത്തേതാണ് കൂടുതൽ മാത്രം. നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അതെ, DJ കൺസോളിന് മുന്നിൽ ഇരുന്നാല് പുള്ളി ഈ ലോകത്തൊന്നല്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഇനിയിപ്പോ നമുക്ക് റാപ്പ് ആക്കാൻ തുടങ്ങാം. ഞാൻ ഒരു 3 റാപ്പ് ആക്കുന്നുണ്ട്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ഒരു 4 മുട്ട എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം. അതിന്റെ പുറം നമുക്കൊരു 3 പൊറ്റാറ്റോ പാറ്റീസ് കൂടെ എടുക്കാം. ഇനി ചൂടാക്കി ഒരു ടോട്ടി എടുക്കുന്നു. അതിലേക്ക് വേണമെങ്കിലും മയനസും കെച്ചപ്പും റെലിഷും എല്ലാം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ലെറ്റസ്, കുറച്ച് റെഡ് കാബേജ് നീളത്തിൽ മുറിച്ചത്, പിന്നെ നമ്മളെ മുട്ട വെച്ചു കൊടുക്കുക, പാറ്റി വെച്ചു കൊടുക്കുക, പിന്നെ ഉള്ളി, തക്കാളി, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ആദ്യം ലേശം മയവും കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. സംഭവം റെഡി ആയിട്ടാ. ഇത് തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഡിന്നറും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ 3-4 ആക്കുന്നുണ്ട്. കാനഡ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഫുഡിന്റെ തന്നെയാണ്. പണ്ടല്ലേ രാവിലെ എണീച്ചിട്ട് അമ്മേ ചായ എന്ന് പറയുമ്പോഴത്തേക്ക് ദോശയും കടലക്കറിയും മുട്ടക്കറിയിലും മുമ്പിൽ എത്തുമായിരുന്നു. അതെല്ലാം ഒരു സുവർണ്ണ കാലം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിക്കോ. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.